ഈ കഴിഞ്ഞ ഡിസംബർ 8 ഏറ്റവും പ്രധാനപ്പെട്ട ഭാവനയുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു അത്. അന്ന് ആ ദിവസത്തെ ഒരു പ്രധാന തീരുമാനം വരുന്നു. ആ തീരുമാനം വന്നതിന് ശേഷം എന്തായിരുന്നു ഭാവനയുടെ മാനസികാവസ്ഥ? ആക്ച്വലി ഞാൻ അതിനൊക്കെ ശേഷം കുറച്ച് ടൈം എടുത്തിട്ട് ഞാനൊന്ന് ഒരു പോസ്റ്റ് ഇട്ട് റെസ്പോണ്ട് ചെയ്തിരുന്നു. അതിൽ ഞാൻ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാണ് എവിടെയൊക്കെയോ ഞാനിത് പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ഷോക്കിംഗ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ അല്ല. സെയിം ടൈം ഒരു ഹെൽപ്ലെസ് ഫീൽ ഉണ്ടല്ലോ. അതായത് ഓക്കെ, സോ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല എന്നുള്ളൊരു ഫീൽ, ഒരു ഹെൽപ്ലെസ് ഫീൽ അത് ഉള്ളിലുണ്ടായിരുന്നു. ഭയങ്കര ഒരു വെയിറ്റേജ് ഉള്ള ഒരു ഫീലായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എനിക്ക് അങ്ങനെ ഭയങ്കര ആത്മവിശ്വാസമൊന്നുമില്ല എന്ന് പറയാനുള്ളൊരു മെയിൻ കാരണവും അത് തന്നെയാണ്. ഞാൻ എഴുതിയ ആ ഒരു പോസ്റ്റിൽ കൃത്യമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു കറക്റ്റ്, ഞാൻ എന്താണ് അന്ന് ഗോ ത്രൂ ചെയ്തത് എന്നുള്ളത്. ആ മാനസികാവസ്ഥയിൽ നിന്നും എപ്പോഴാണ് മുക്തമായത്? ഐ തിങ്ക് ഏകദേശം ആ മന്ത് എൻഡൊക്കെ ആവാറായപ്പോൾ തന്നെ എനിക്ക് പിന്നെ ഒരു പുതിയ വർഷം തുടങ്ങുന്നപ്പോൾ എനിക്കൊരു ഇങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ട് ഇരുന്നിട്ടൊരു വർഷം തുടങ്ങണമെന്നുണ്ടായിരുന്നില്ല. നമ്മൾ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ തന്നെ എഫേർട്ട് ഇടും, നമ്മൾ തന്നെ ഓക്കെ ലൈക്ക് നടന്നത് സംഭവിച്ചു ഇനി അത് ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, വാട്ട് ഇസ് നെക്സ്റ്റ് എന്നുള്ളൊരു മൂഡിലേക്ക് നമ്മളെത്തും. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫെബ്രുവരി 6 മൂവി റിലീസ് ആവുമായിരുന്നു അനോമി. അപ്പോൾ ജനുവരി പകുതി തൊട്ടിട്ട് നമുക്ക് പ്രൊമോഷൻസ് തുടങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ചില പ്രശ്നങ്ങൾ കാരണം എനിക്കൊരിക്കലും എൻ്റെ പടത്തിനെ അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ജനുവരി 14 തൊട്ടേ നമ്മൾ പ്രൊമോഷൻ ചെയ്യാൻ തുടങ്ങി. അത് ഞാൻ ഓക്കെ ആയി. അതായത് ഓക്കെ അത് കഴിഞ്ഞു, അടുത്തത് എൻ്റെ ജോലിയാണ്, എനിക്കത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രൊമോഷൻ തുടങ്ങി. ഇങ്ങനെ ഒരു വിശാലമായ സൗഹൃദങ്ങൾ സൃഷ്ടിച്ച് ഇങ്ങനെ എല്ലാവരോടും സംസാരിച്ച് എല്ലാവരെയും സ്നേഹിച്ച് കൂടെ നിർത്തി അങ്ങനെ പോകുന്ന ഒരു ക്യാരക്ടറാണ് ഭാവന. എനിക്ക് നല്ല ഫ്രണ്ട്ഷിപ്സ് ഉണ്ട്, കുറച്ച് നല്ല ഫ്രണ്ട്സ് ഉണ്ട് എന്ന് കരുതി നമ്മൾ എപ്പോഴും സംസാരിക്കുന്ന എപ്പോഴും കാണുന്നതൊന്നുമില്ല. എല്ലാവരും തിരക്കുള്ള ആൾക്കാരാണ്, കാണാൻ പറ്റുമ്പോൾ കാണും. പക്ഷേ അത്യാവശ്യം നല്ല സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. അങ്ങനെ വാദോരാതെ എല്ലാത്തിനെ കുറിച്ച് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ആകുമ്പോൾ ഓഫ്കോഴ്സ് ഭയങ്കര ടോക്കറ്റീവായിരിക്കും എല്ലാം. നമ്മൾ എപ്പോഴെങ്കിലും കൂടണം എന്ന് നമ്മൾ ഈക്വലി എഫേർട്ട് ഇടുന്ന ആൾ, നമുക്ക് ഒന്ന് പ്ലാൻ ചെയ്ത് പറയട്ടെ, ഫ്രീ ആകുമ്പോൾ പറയട്ടെ, അങ്ങനെ കാണും, നല്ലതാണ്. നേരത്തെ ചില അഭിമുഖങ്ങളിൽ ഭാവന നന്നായി വായിക്കും എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇപ്പോഴും അങ്ങനെ ഒരു അഗാധമായ വായന തുടരുന്നുണ്ടോ? ഇത് ഞാൻ പണ്ട് അതായത് എൻ്റെ ഫസ്റ്റ് ഒരു ടൈമിലൊക്കെ ഒരു ഫസ്റ്റ് തമിഴ് മൂവി ചെയ്യണ സമയത്തൊക്കെയാണ് ഞാൻ ബുക്ക് റീഡിങ്ങിനൊക്കെ, ആ സമയത്തൊക്കെ അതിന് മുമ്പ് വരെ ഞാൻ ആകെ കൂടി വായിക്കുന്നത് ബോബനും മോളി മാത്രമാണ്. ബോബനും മോളി, ബാലരമ, അങ്ങനത്തെയൊക്കെ സാധനങ്ങളൊക്കെ തന്നെ ഞാൻ വായിച്ചിട്ടുള്ളൂ. അതിനുശേഷം ഒരു സീരിയസ് ബുക്ക് എന്ന് പറയുന്നത് ബ്രിഡ്ജസ് ഓഫ് മാഡിസൺ കൗണ്ടി എന്നുള്ളൊരു ബുക്ക് എനിക്ക് ഒരാൾ ഗിഫ്റ്റ് തന്നത്. അങ്ങനെയാണ് ഞാൻ വായിച്ച ബുക്ക് വായിക്കുന്നത്. അതായത് ആ സമയത്ത് പിന്നെ അതിനോടൊരു ഹരമുണ്ടായിരുന്നു. പിന്നെ അത് എപ്പോഴൊക്കെയോ പോയി ഇപ്പോൾ ഭയങ്കര കുറവാണ്. ഇപ്പോൾ ഫുൾ ടൈം മൊബൈൽ അല്ലെങ്കിൽ OTT എന്തെങ്കിലും കാണുക എന്നല്ലാതെ ഇപ്പോൾ ബുക്ക് റീഡിംഗ് ഒക്കെ വളരെ കുറവ്. ബോബൻ മോളി ആ കാലത്ത് വലിയ സ്വാധീനമുണ്ട്. കാരണം ഈ സാമൂഹിക സമകാലിക വിഷയങ്ങളൊക്കെ വളരെ ഹാസ്യാത്മകമായി എഴുതാറുണ്ടായിരുന്നില്ലേ? എനിക്ക് അന്നും ഇന്നും ഞാൻ ബോബനും മോളി, ടോം ആൻഡ് ജെറി, ജംഗിൾ ബുക്ക്, ഈ മൂന്നും എനിക്ക് അന്നും ഇന്നും ഭയങ്കര ഫേവററ്റാണ്. ഇപ്പോഴും ടോം ആൻഡ് ജെറി ഞാൻ വെറുതെ യൂട്യൂബിലെടുത്ത് കാണാറുണ്ട്. ബോബനും മോളി ഞങ്ങളുടെ വീട്ടിൽ ഒരു എന്തോ ഒരു എഡീഷൻ സംതിങ് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ എഡീഷൻ ഒരു ബോബനും മോളി ഇത്ര കട്ടിയുള്ളത് കുറേ ഞാനും ചേട്ടനും ഇപ്പോഴും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ജംഗിൾ ബുക്ക് ഈ പറഞ്ഞ പോലെ എനിക്കതിൻ്റെ ടൈറ്റിൽ സോങ് വരെ എനിക്കിപ്പോഴും ഭയങ്കര ഓർമ്മയാണ്. ഞാൻ മൗഗ്ലിയുടെ ഭയങ്കര ഫാനാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ എപ്പോഴും ഈ 3 കാര്യങ്ങളും ഞാൻ എപ്പോഴും എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തരുന്ന 3 കാര്യങ്ങളാണിത്: ടോം ആൻഡ് ജെറി, ബോബനും മോളിയും, ജംഗിൾ ബുക്കും.